ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞങ്ങളും ചോരയും നീരുമുള്ള മനുഷ്യരാണ്, ഞങ്ങൾക്കും ഭയമുണ്ട്. എന്നാൽ പലരും ഇത് പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം ഈ കാര്യം പറഞ്ഞ സമയത്ത് ആദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, സർ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു അനുഭവം പറയാൻ വേണ്ടിയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തത് എന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും ഞാനൊരു പോസ്റ്റർ ഇട്ടു. ആ പോസ്റ്ററിൽ ഇങ്ങനെ തന്നെയായിരുന്നു: നിങ്ങൾക്കുണ്ടായ ഏതെങ്കിലും പ്രേതാനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടായ എന്തെങ്കിലും അമാനുഷികമായ സംഭവങ്ങൾ എന്നോട് പങ്കുവെക്കൂ. നിങ്ങളുടെ ഐഡന്റിറ്റി എന്തായാലും ഞാൻ രഹസ്യമായി സൂക്ഷിക്കും. എന്നാലും നിങ്ങളുടെ ഈ ഭയപ്പെടുത്തുന്ന കഥ ഞാൻ ഉറപ്പായും മറ്റുള്ളവരോട് പങ്കുവെക്കാം എന്ന് പറഞ്ഞു. ആ സമയത്തായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ ഒരു മുഴുവനായിട്ടുള്ള ഒരു കഥ അയച്ചു തരാം. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നിങ്ങൾക്കത് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് ഈ കഥ പറഞ്ഞു തന്നത്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഭാഗങ്ങളിൽ നടന്ന ഒരു കൊലപാതകം. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ ഈ ഫോളോവറായ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് അദ്ദേഹം ആ ഒരു ഡെഡ് ബോഡി കാണാനായി ആ വീട്ടിലേക്ക് പോയി. അന്ന് അവരവിടെ എത്തിയ സമയം മുതൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു അമാനുഷികമായ, അല്ലെങ്കിൽ ഒരു മനസ്സിനും ശരീരത്തിനും സുഖമില്ലാത്ത തരത്തിലുള്ള എന്തോ ഒരു അവസ്ഥ അങ്ങോട്ടേക്ക് എത്തിയത് മുതൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം ഒന്നോ രണ്ടോ തവണ മനസ്സിലത് ആലോചിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല, പിന്നെ ഇപ്പോൾ എന്താണ് ഇങ്ങനെയെന്ന്. എന്നാൽ അദ്ദേഹം വരുന്ന സമയത്തും അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്തൊന്നും അദ്ദേഹത്തിന് ശാരീരികമായോ മാനസികമായോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അന്ന് ആ ഡെഡ് ബോഡി കാണാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. എന്നാൽ അവിടുത്തെ പ്രാഥമിക നിഗമനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു സ്വാഭാവിക മരണമാണെന്ന്. എന്നാൽ ആ വീട്ടുകാർക്ക് അതൊരു സ്വാഭാവിക മരണം പോലെ തോന്നിയില്ല. അവർ അതിനു പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനായി ആ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹം FIR എല്ലാം റെഡിയാക്കി ആ ഒരു ബോഡി ഫോറൻസിക്കിലേക്ക്, അതായത് പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുകയുണ്ടായി. എന്നാൽ ആ സമയം മുതൽ, ആ ഒരു ഡെഡ് ബോഡി കണ്ട മുതൽ എൻ്റെ ഈ സുഹൃത്ത്, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വല്ലാത്ത തരം ഭയം അനുഭവപ്പെട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ തുറന്ന കണ്ണുകളായിരുന്നു മനസ്സിൽ മുഴുവൻ. എന്നാൽ അവിടെ നിന്നും അദ്ദേഹം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം സ്വീകരിക്കുന്നതിനും കൈക്കൊള്ളുന്നതിനും വേണ്ടി അദ്ദേഹം തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ച് ആ ഒരു മോർച്ചറിയിൽ ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എടുത്തു വെച്ചപ്പോഴും അദ്ദേഹത്തിനുള്ളിൽ ഭയം നിറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ പോലീസ് ജീവിതത്തിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് ഒരു ഡെഡ് ബോഡി കാണുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വരുന്നത്. അന്ന് അവിടെ നിന്നും ഛർദ്ദിക്കാനായി പുറത്തേക്ക് പോയ സമയത്ത് കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നോക്കി കളിയാക്കി ചിരിച്ചു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ആ ഒരു ഡെഡ് ബോഡിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നതെന്ന് അദ്ദേഹത്തിന് പോലും ആലോചിച്ചിട്ട് ഒരു പിടിയും ലഭിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹം ആ ഒരു ഡെഡ് ബോഡി കണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ ഒരു ഡെഡ് ബോഡിയുടെ മുഖം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ ഒരു മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത തരം ആഴത്തിൽ പതിഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ കുന്നമംഗലം വഴിയാണ് വളരെ എളുപ്പം. എന്നാൽ അന്ന് അദ്ദേഹം കക്കോടിയിലേക്ക് ഒരു സുഹൃത്തിനെ കാണാനായി അങ്ങോട്ടേക്ക് പോവുകയുണ്ടായി. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് കക്കോടിയിലേക്ക്. അന്ന് അദ്ദേഹം കക്കോടിയിലേക്ക് പോകാൻ വേണ്ടി അന്ന് അദ്ദേഹം പോയിരുന്നത് കുന്നമംഗലം വഴിയായിരുന്നു. ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും തീർന്ന് അദ്ദേഹത്തിന് അവിടെ നിന്നും റിലീവ് ചെയ്യാൻ വൈകുന്നേരമായിരുന്നു. എന്നാൽ പിന്നെ ഈ സുഹൃത്തിനെ കൂടി കണ്ട് വീട്ടിലേക്ക് മടങ്ങാമെന്ന് കരുതിയായിരുന്നു അദ്ദേഹം അന്ന് കക്കോടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുള്ളറ്റിലായിരുന്നു അദ്ദേഹം പോയിരുന്നത്. കാരണം ഓൾറെഡി ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതുകൊണ്ട് ആ ഒരു ബുള്ളറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാം എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. എന്നാൽ അദ്ദേഹം ഇവിടെ നിന്നും ബൈക്ക് ഓടിച്ച് പോകുന്ന സമയത്ത്, ആ ഒരു വഴിയിലൂടെ പോകുന്ന സമയത്ത് ആ വഴിമധ്യേ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും.
എന്നാൽ കൂട്ടിനുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ നിറത്തിൽ കത്തുന്ന ബൾബുകളായിരുന്നു, അതായത് സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രം. അങ്ങനെ അദ്ദേഹം ആ ഒരു ബുള്ളറ്റിൽ അദ്ദേഹത്തിൻ്റെ ബൈക്കുമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടി വീണത്. അദ്ദേഹം ഉടനെ ബ്രേക്ക് പിടിച്ചെങ്കിലും ആ ഒരു ആളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ബൈക്ക് താഴെ വീണത് അദ്ദേഹത്തിൻ്റെ കാലിലേക്കായിരുന്നു. കാലിലേക്ക് വീണ ആ ഒരു വേദന അദ്ദേഹം കടിച്ചു പിടിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു വേദനയേക്കാൾ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത് ആ മുന്നിലേക്ക് ചാടിയ ആ ഒരു വ്യക്തിക്കായിരുന്നു. അന്ന് രാവിലെ ആ ഒരു വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്ന അതേ വ്യക്തി അതേ ഡ്രസ്സിൽ അതേ വസ്ത്രമണിഞ്ഞ് ആ ഒരു വണ്ടിക്ക് മുന്നിൽ നിൽക്കുന്നു. എന്നാൽ ഒന്ന് കൺചിമ്മി അദ്ദേഹത്തെ വീണ്ടും നോക്കിയ സമയത്ത് ആ ഒരു രൂപം അവിടെ നിന്നും മാഞ്ഞു പോയിരുന്നു. എന്നാൽ ആ ഒരു വണ്ടി കാലിലേക്ക് വീണ അസഹ്യമായ വേദനയാൽ പുളയുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോധം പതുക്കെ പതുക്കെ പോകുന്നതായി തോന്നി. അല്പസമയത്തിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു വാർഡിലായിരുന്നു. ആ വാർഡിൽ അദ്ദേഹം 8ാമത്തെ ബെഡിലായിരുന്നു കിടന്നിരുന്നത്. പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും കൂടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. കണ്ണ് തുറന്ന സമയത്ത് ആദ്യം ചോദിച്ചത് അദ്ദേഹത്തോട്, നീ എങ്ങനെയാണ് അവിടെ ആക്സിഡന്റ് ആയത് എന്നാണ്. അതിന് അദ്ദേഹം ഒന്നും തന്നെ പറഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം മനസ്സിലൊരു കാര്യം ഓർത്തു, മരണപ്പെട്ടു പോയ ഒരാളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല, നിങ്ങളും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും വിശ്വസിക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അവരോട് ഒന്നും തന്നെ പറഞ്ഞില്ല. അദ്ദേഹം മൗനമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എങ്ങനെയോ അപകടം സംഭവിച്ചു. ഏകദേശം 6 ദിവസം അദ്ദേഹത്തിന് അവിടെ അഡ്മിഷനായി കിടക്കേണ്ടി വന്നു. എന്നാൽ ഓരോ രാത്രികളും അദ്ദേഹത്തിന് ഓരോ പോലെയായിരുന്നു. കാരണം അന്ന് എല്ലാവരും മടങ്ങിപ്പോയതിനു ശേഷം അദ്ദേഹത്തിന് കൂട്ടിയിരുന്നത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. എന്നാൽ അന്ന് മുതൽ ആ ഒരു രാത്രി സമയങ്ങളിൽ അദ്ദേഹത്തിന് ഉറങ്ങാനേ സാധിച്ചിരുന്നില്ല. എന്നാൽ കാലിലെ മുറിവിന്റെ വേദന കൊണ്ടല്ല, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് അന്ന് അദ്ദേഹം കണ്ട ആ ഒരു ആത്മാവിന്റെ രൂപത്തെയായിരുന്നു, ആ ഒരു ആത്മാവിന്റെ നിഴലിനെയായിരുന്നു. ഏകദേശം അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു എയ്ത്തിസ്റ്റ് ആണ്. എയ്ത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസമോ അതുപോലെ പൈശാചിക രീതിയിലുള്ള ഒരു വിശ്വാസമോ ഇല്ലാത്ത ആളാണെന്ന്. എന്നാൽ അദ്ദേഹം ഈ ഒരു കഥ മുഴുവനായി എന്നോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, 2 ആഴ്ച മുന്നേ എനിക്ക് സംഭവിച്ച കാര്യമായിരുന്നു ഇത്. 2 ആഴ്ച മുന്നേ വരെ ഞാൻ എയ്ത്തിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും ഈശ്വര വിശ്വാസിയും ഈ ഭൂതപ്രേത വിശാചുക്കളിൽ വിശ്വസിക്കുന്ന ആളുമാണെന്നാണ്. അന്ന് രാത്രി മുതൽ ആ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ പല ഭാഗങ്ങളിലും ആ ഒരു മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ആത്മാവിനെ അദ്ദേഹം കണ്ടു. പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച്. അദ്ദേഹം ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആ ബാത്റൂം വരാന്തകളുടെ ഭാഗത്ത് ഒരു മനുഷ്യൻ പുറം തിരിഞ്ഞു നിൽക്കുന്നതായിരുന്നു അദ്ദേഹം എപ്പോഴും കണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് ആ ഒരു ബാത്റൂമിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം അവനെ തിരിഞ്ഞു നോക്കുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനും ആ മരണപ്പെട്ടു പോയ ആളുടെ രൂപം തന്നെയായിരുന്നു. ഇതൊരു പതിവ് കാഴ്ചയായതോടെ അദ്ദേഹത്തിനുള്ളിൽ ഭയം ഏറിക്കൊണ്ടേയിരുന്നു. എന്നാൽ 6ാമത്തെ ദിവസം അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിൽ തിരികെ എത്തി. എൻ്റെ ഈ ഫോളോവർ കുറച്ച് എഴുതുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അപ്സ്റ്റെയറിലുള്ള തൻ്റെ മുറിയിൽ വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുതാറാണ് പതിവ്. പകൽ സമയങ്ങളിൽ മുഴുവൻ അദ്ദേഹം ഉറങ്ങാറെന്നാണ് പതിവ്. രാത്രിയാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും സമയം ഒന്ന് ഇരിക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. ചുറ്റും പാടങ്ങളാൽ സമൃദ്ധമാണ് ആ ഒരു ഭാഗം. എന്നാൽ ഒരിക്കൽ അദ്ദേഹം എഴുതാനിരിക്കുന്ന സമയത്താണ് ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദത്തിന്റെ പുറകെ തൻ്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു മരണപ്പെട്ട വ്യക്തി അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ട് ആ ഒരു വീടിന്റെ പറമ്പിൽ നിൽക്കുന്നത് കണ്ടത്. എന്നാൽ പലപ്പോഴായി കണ്ണിമ വെട്ടി നോക്കുമ്പോഴും ആ ഒരു രൂപം അവിടെ നിന്നും പോയില്ല. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു രൂപത്തിന്റെ മുഖം പതുക്കെ പതുക്കെ മാറുന്നത് പോലെ തോന്നി, ഏകദേശം പൈശാചിക രൂപം പ്രാപിക്കുന്നത് പോലെ. സത്യമാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിന്റെ ആത്മാവിന് ഇവിടെ നിന്ന് പോകണമെങ്കിൽ 40 ദിവസമെങ്കിലും എടുക്കും. അതുവരെ നമ്മളെയൊക്കെ ചുറ്റിപ്പറ്റി ആ ഒരു ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ആത്മാവ് ഈ ഒരു പോലീസുകാരനോട് എന്തോ പറയാനുള്ളത് പോലെ ആ ഒരു പോലീസുകാരനെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നു. എന്നാൽ ഒരു ഉത്തരവും ലഭിക്കാതെ ആ ഒരു പോലീസുകാരനെ ചുറ്റിപ്പറ്റി ആ ഒരു രൂപം ഒരുപാട് തവണ
ആ ഒരു പോലീസുകാരൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനൊരുങ്ങി. എന്നാൽ അദ്ദേഹം ഇന്നും ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യത്തിൽ ഉറപ്പായും ആത്മാക്കളുണ്ട്. ഞങ്ങൾ പോലീസുകാരാണെങ്കിൽ കൂടി ഞങ്ങൾക്കും പേടിയുണ്ട്. ഇതുപോലെ ഒരുപാട് പോലീസുകാർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ടാകുമെന്നും കൂടി എന്നോട് പറഞ്ഞു. എന്നാൽ പലരും ഇതൊന്നും തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. എന്നാലും ഈ ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ ആ ഒരു ആത്മാവ് ഉണ്ടാക്കിയ ജീവിതത്തിലെ ചില താളം തെറ്റലുകൾ ചില്ലറ കാര്യമൊന്നുമായിരുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു മരണത്തിന്റെ കാഴ്ചയിൽ നിന്നും റിക്കവറായി പോരാനെടുത്ത സമയം അല്പം അധികമായിരുന്നു. ഇത് ഒരു ഫോളോവറിന്റെ അനുഭവം മാത്രമാണ്. ഇതുപോലെയുള്ള ധാരാളം ഫോളോവേഴ്സ് എനിക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കഥ പറയാനുണ്ടാകുമെന്ന് എനിക്കറിയാം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു കഥ ഉണ്ടെങ്കിൽ ഞാൻ താഴെ നൽകിയിരിക്കുന്ന എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായി മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൽ ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ ഞാൻ ഉറപ്പായും ഇവിടെ പ്രസന്റ് ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.